ഹായ് കൂട്ടുകാരെ, അസ്സാം വലൈക്കും. സേഡ് കിച്ചൻ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കുക്കർ മന്തിയാണ്. അപ്പോൾ മന്തിക്ക് ചിക്കന് പുരട്ടാൻ വേണ്ടിയുള്ള മസാല കൂട്ട് അരയ്ക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. തക്കാളി, മല്ലിയില, സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഒരു മാഗിയുടെ ഒരു കട്ട, പിന്നെ ഇച്ചിരി പെരിഞ്ചീരകം, പിന്നെ ഇച്ചിരി ഗരം മസാല എല്ലാം കൂടി ഇട്ട് ഇച്ചിരി മുളക് പൊടി എല്ലാം കൊണ്ട് നമ്മളൊരു മന്തിക്ക് മസാല കൂട്ടാൻ വേണ്ടി പോവുകയാണ്. നമ്മളൊരു 2 കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത്. 2 കിലോ ചിക്കന് നമ്മൾ മസാല പുരട്ടാൻ വേണ്ടി പോവുകയാണ്. മുമ്പ് നമ്മൾ അരച്ച് വെച്ച് ഇത് നമ്മൾ പുരട്ടാൻ വേണ്ടി പോവുകയാണ്. ഇനി നമ്മൾ ഇതിനകത്ത് ഇച്ചിരി മുളക് പൊടിയും ഇച്ചിരി ഗരം മസാലയും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാൻ പോവുകയാണ്. ഗരം മസാല ഇടുകയാണ്, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ശകല ഉപ്പേ നമ്മൾ എടുത്തുള്ളൂ. മറ്റേ മാഗി ക്യൂവിനകത്ത് ഉപ്പുള്ളതുകൊണ്ട് നമ്മൾ ശകല ഉപ്പേ എടുത്തുള്ളൂ. അത് നമ്മൾ ഇച്ചിരി മുളക് പൊടി ഇട്ടു. നമ്മൾ നല്ലപോലെ അത് പുരട്ടി ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുകയാണ്. നമ്മൾ മന്തിക്ക് ചോറ് വെക്കാൻ വേണ്ടി പോവുകയാണ്. അടുപ്പിനകത്ത് നമുക്ക് ഇച്ചിരി കുക്കറി ഇച്ചിരി സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു. ഇനി നമ്മൾ മസാലയ്ക്കുള്ള സാധനങ്ങൾ ഇടാൻ പോവുകയാണ്. ഏലക്ക, ജീരകം, കറുകപ്പട്ട, കുരുമുളക് പൊടി, മല്ലി, ഉപ്പ്, ജാതിപത്രി, ഗ്രാമ്പു, നാരങ്ങ, പട്ട. നമ്മൾ അരി ഇടാൻ പോവുകയാണ്. നമ്മൾ മന്തിക്കുള്ള ചിക്കൻ മസാല പുരട്ടിയത് വെച്ച് നമ്മൾ വറക്കുകയാണ്. നമ്മൾ മസാലയെല്ലാം കൂട്ടി റെഡിയാക്കി വെച്ചേക്കുന്നതാണ്. നമ്മളിനിയും എല്ലാം ചിക്കനെല്ലാം വറുത്ത് കോരി നമ്മളിനിയും മന്തിക്കുള്ള കുക്കറിൽ അടിക്കാൻ വേണ്ടി, കുക്കറിൽ നിന്ന് നമ്മൾ ചോറ് വേവിച്ചതാണ്, നമ്മളിനിയും വേവിക്കാൻ വേണ്ടി പോവുകയാണ്. ഒന്ന് ദമ്മിന് വെക്കാൻ പോവുകയാണ്. നമ്മൾ ഇച്ചിരി തക്കാളി സോസ് ഒഴിച്ചു. നമ്മളിനി ഇച്ചിരി തക്കാളി സോസ് കൂടെ ചേർക്കുകയാണ്. നമ്മൾ ചോറ് തട്ടാൻ വേണ്ടി പോവുകയാണ്, ദമ്മ് വെക്കാൻ പോവുകയാണ്. നമ്മൾ മന്തിക്കുള്ള ഒന്ന് പുകയ്ക്കാൻ വേണ്ടി നമ്മൾ എണ്ണ ഒഴിച്ച് ഇത് വെക്കുകയാണ്. ഒരു 5 മിനിറ്റ്.